വെൽക്കം ടു എൻ റൂട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം 2025 നമ്മൾ ഒരുപാട് യാത്രകളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ഒരു യാത്രയായിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന കുളുക്കുമലയാണ് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൂന്നാർ റോഡിൻ്റെ ഗ്യാപ്പ് റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്. എന്തായാലും നമ്മൾ അതിരാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്ന റൂട്ടിലാണ് നമ്മുടെ അഞ്ചുരുളി ഉള്ളത്. അതായത് നമ്മുടെ ഏലപ്പാറ കട്ടപ്പന റൂട്ടിലുള്ള അഞ്ചുരുളി ടണൽ നമ്മൾ കയറി കണ്ടതിന് ശേഷമാണ് അങ്ങോട്ട് പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഹൈ റേഞ്ച് യാത്രകളാണ് എപ്പോഴും എല്ലാവരും പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതായാലും അഞ്ചുരുളി ടണൽ കാര്യങ്ങളൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉള്ളൊരു ടൈം കൂടെയായിരുന്നു. നമ്മളേതാണ്ട് ഉച്ചയോടുകൂടിയാണ് നമ്മുടെ അഞ്ചുരുളി ടണലിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയത്. എന്നാലും വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തണലും തണുപ്പൊക്കെ ഉള്ളൊരു പ്രദേശമായതുകൊണ്ടാവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ നമ്മുടെ ഗ്യാപ്പ് റോഡ് കയറി സൂര്യനെല്ലി ഭാഗത്തേക്ക് പോവാണ്. നമ്മുടെ ഈ റോഡ് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. മലയാളികൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ മൂന്നാറിലെ ഈ ഗ്യാപ്പ് റോഡ് എന്നുള്ളത്. ഇതിലുള്ള യാത്ര തന്നെയാണ് ഏറ്റവും നല്ലൊരു അനുഭവം തരുന്നത്. നമ്മളതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയോടുകൂടി സൂര്യനെല്ലി എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ പിടിച്ച ആ ഒരു ഭാഗമാണ് സിങ്ക് കണ്ടം സൂര്യനെല്ലി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ജീപ്പ് സഫാരി നേരത്തെ തന്നെ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സൂര്യനെല്ലിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററോളം നമ്മൾ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ കൊളുക്കുമലയുടെ ടോപ്പിലേക്ക് എത്തുന്നത്. നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി, നമ്മൾ വരുന്ന വണ്ടി സൈഡാക്കിയതിന് ശേഷം ഇവിടെ നിന്നുള്ള ജീപ്പുകൾ മാത്രമേ അങ്ങോട്ട് എൻട്രി ഉള്ളൂ. അപ്പം അതിന് പെർമിറ്റ് ഉണ്ട്, പാസ്സുണ്ട്. അതൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഏതായാലും രാഹുൽ എന്ന് പറയുന്നൊരു സുഹൃത്താണ് നമ്മുടെ ജീപ്പ് ഓടിച്ചത്. ജീപ്പല്ല, കമാൻഡറാണ്. 4 വീൽ ഡ്രൈവ് ഇല്ലാത്ത കമാൻഡറുമായിട്ടാണ് നമ്മുടെ ഈ റോഡിലൂടെ പോകുന്നത്. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്ന ആ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കോൺക്രീറ്റും ടാറും ഒക്കെ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓഫ് റോഡാണ് പോകുന്നത്. നമ്മളീ പോകുന്ന റൂട്ടിൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. വലിയ വൻ മരങ്ങളും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും പിന്നെ ലയങ്ങളും ഇതെല്ലാം അടങ്ങിയ നല്ലൊരു സ്പോട്ടാണ്. നമ്മളെന്തായാലും കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഈ തേയിലയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തേയില ഫാക്ടറി കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മളെ അവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് തേയില കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഉള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രൈവർ രാഹുൽ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. കൊളുക്കുമലയുള്ള ടീ പ്ലാന്റേഷനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തൊരു വലിയ കാര്യമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് എലവേഷനിലുള്ള ടീ പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊളുക്കുമലയിലാണ്. ഈ സൂര്യനെല്ലി ടീ ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ നിലവിലെത്തിയേക്കുന്നത്. അതതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫാക്ടറിക്ക് ഉള്ളിൽ കയറാം. അതിന് പെർമിഷനുണ്ട്. നമ്മളേതായാലും അത് എടുത്ത് കയറിയില്ല. കാരണം നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടി ആണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് മേളിലേക്ക് എത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ടീ വാങ്ങാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ റോഡിൻ്റെ സ്റ്റൈലൊക്കെ മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്ര മുന്നോട്ട് പോകും തോറും ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മളേതായാലും ഓഫ് റോഡിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ വലിയ ഉരുളങ്കല്ലുകളും കാര്യങ്ങളും തന്നെയായിരുന്നു. നല്ല രീതിയിലുള്ള ഓഫ് റോഡാണ് നമ്മുടെ ഈ കൊളുക്കുമല ടോപ്പിലോട്ടുള്ളത്. നമ്മൾ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയും നമ്മളും എല്ലാം കിടന്ന് കുലുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉരുളങ്കല്ലുകളാണ്. അതിൻ്റെ മണ്ടയിൽ കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ലൈഫിൽ തന്നെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സ്പോട്ടാണ് നമ്മുടെ ഈ കൊളുക്കുമല ഓഫ് റോഡിങ് എന്നുള്ളത്. സൺസെറ്റിനേക്കാൾ കൂടുതലും ആൾക്കാർ വരുന്നത് സൺറൈസിനാണ്. രാവിലെ 4 മണിയോ 3 മണിയൊക്കെ ആകുന്ന ടൈമിൽ ഇവിടെ ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സൺറൈസിന് ടൈം ആകുമ്പോഴേക്കും നമ്മുടെ കൊളുക്കുമല ടോപ്പിൽ എത്തും. അങ്ങനെയാണ് സാധാരണ പാക്കേജ് വരുന്നത്. പക്ഷെ അതിന് ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ ഭയങ്കര റഷൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് സൺറൈസിൻ്റെ ഒരു ടൈം നോക്കിയല്ല, സൺസെറ്റ് നോക്കിയാണ്. മുന്നോട്ട് പോകുന്തോറും ആ ഒരു ഹൈറ്റ് കയറി വരുന്നതും തണുപ്പ് കൂടുന്നതും കാഴ്ചയുടെ ഭംഗിയൊക്കെ കൂടി വരുന്നതൊക്കെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മൾ മെയിനായിട്ട് കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ കൊളുന്ത് നുള്ളുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവരുടെ ഒരു പ്രധാന കൃഷിയാണ് തേയില. നമ്മുടെ ഈ തേയില തോട്ടത്തിനകത്ത് വന്യമൃഗങ്ങളൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. ആനയൊക്കെ താഴ്ഭാഗത്താണ് എങ്കിലും കാട്ടിയും മറ്റ് ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഇതിനകത്ത് വരാറുണ്ടെന്നാണ് നമുക്ക് അറിവ് കിട്ടിയത്. നമ്മൾ കുറച്ച് മുന്നോട്ട് കയറി ഒരു വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ താഴേന്നൊരു വണ്ടി കയറി വരുന്നതും ഒരു വണ്ടി ഇറങ്ങി പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു.
ഇതൊക്കെ ഒരു പ്രത്യേകതരം കാഴ്ചയാണ്, നമുക്കെപ്പോഴും കിട്ടുന്നൊരു കാഴ്ചയല്ല. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ എത്തിയപ്പോഴാണ് നമുക്ക് ഈ ഒരു സീൻ കിട്ടിയത്. എന്തായാലും നല്ലൊരു യാത്രയാണ് മേലേക്ക് നമുക്ക് പോകും തോറും കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മുടെ കൊളുക്കുമലയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. തമിഴ്നാട് സംസ്ഥാനത്തിലെ തേനി ജില്ലയിലാണ് നമ്മുടെ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. ബോഡിനായ്ക്കന്നൂർ മുനിസിപ്പാലിറ്റിയിലാണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8000 അടിയോളം, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 8000 അടിയോളം ഉയരത്തിലായിട്ടാണ് നമ്മുടെ ഈ മല സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള തേയിലത്തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. നമ്മളിപ്പോൾ തമിഴ്നാട് കേരള ബോർഡറിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടായിട്ടുണ്ട്. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാടിൻ്റെ ബോർഡർ കിടക്കുകയാണ്. ഈ ഗേറ്റാണ് അതിൻ്റെ ഒരു ബോർഡർ എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ കയറുന്നത് കൊളുക്കുമല ടീ എസ്റ്റേറ്റിലേക്കാണ്. അപ്പം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നമ്മളിപ്പോൾ കയറും. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 75 വർഷത്തിലേറെ പഴക്കമുള്ളൊരു തേയില ഫാക്ടറി നമ്മുടെ കൊളുക്കുമലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കോട്ടകുടി പ്ലാന്റേഷനാണ് ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ. നമ്മുടെ മീശപ്പുലിമല, അതായത് 8651 അടി ഉയരമുള്ള മീശപ്പുലിമല, അതുപോലെ തന്നെ തിപ്പാടമല എന്നീ മലകളൊക്കെ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ മൂന്നാറുമായിട്ട് ഏകദേശം ഒരു 30-35 കിലോമീറ്ററാണ് നമ്മുടെ ഈ കൊളുക്കുമല എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് ഉള്ളത്. ഏതായാലും നമ്മൾ കൊളുക്കുമല ടോപ്പിലെത്തിയിട്ടുണ്ട്. 2 വ്യൂ പോയിന്റുകളാണ് കൊളുക്കുമലയിലുള്ളത്. അപ്പം ഏറ്റവും ടോപ്പിലെത്തുമ്പോഴാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്പോട്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ താഴെ നല്ല ഒരു 360 ഡിഗ്രി വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ടോപ്പിലെത്തി കഴിയുമ്പോൾ. രാവിലെ സമയങ്ങളിലും അതുപോലെ മഴയൊക്കെ ഉള്ള സമയങ്ങളിലും നല്ല രീതിയിൽ കോടമഞ്ഞ് വന്ന് മൂടിപ്പോകുന്ന ഒരു ഏരിയ കൂടെയാണ്. അതുപോലെ തന്നെ ക്ലൗഡ് ബെഡ്, ഈ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ രാവിലെ കാണാൻ സാധിക്കും. നമ്മൾ വന്ന ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു, അതുപോലെ തന്നെ തണുപ്പും ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി. കാരണം താഴെയാണ് നമ്മുടെ കൊളുക്കുമലയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഫാൻറ്റൻ റോക്ക് അടക്കം സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ജീപ്പിലേക്ക് കയറി തിരിച്ച് നമ്മൾ താഴത്തെ വ്യൂ പോയിന്റിലേക്ക് പോയി. താഴെ എത്താറായപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് കയറി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ താഴെ സൺസെറ്റ് കാണാൻ വേണ്ടി ഒരുപാട് ജീപ്പുകളും വന്ന് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ജീപ്പിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നമുക്കൊരു ചെറിയ കാട് പിടിച്ചൊരു ഏരിയയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. അതിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഈ സ്പോട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. നമ്മൾ ഈ വ്യൂ പോയിന്റിൽ എത്തിയിട്ട് കുറച്ചുകൂടെ നേരെ താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാൻറ്റം റോക്ക് കാണുന്നത്. അപ്പം അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പതിയെ തിരിച്ചിറങ്ങി. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റും തണുപ്പും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും കൊളുക്കുമല കാണാൻ ഏറ്റവും നല്ല ടൈമാണ് നമ്മുടെ ഈ ഒരു സമ്മർ സീസൺ. രാവിലത്തെ സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ നമുക്ക് സ്നോ ബെഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക. അതുപോലെ ഇതെല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും മഞ്ഞ് വന്ന് മൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും എല്ലാവരും വരാൻ ശ്രമിക്കുക. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നൈറ്റ് ഓഫ് റോഡിങ് നമുക്ക് തരുന്നത്. ഏതായാലും അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം ഇവിടുത്തെ ഡ്രൈവർമാരാണ്. അവർ നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നമ്മൾ നല്ല സേഫായിട്ട്, അത്രയും ഓഫ് റോഡിൻ്റെ അകത്തൂടെയൊക്കെ നല്ല സേഫായിട്ട് തന്നെയാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം എന്തെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും പോകാത്ത ആൾക്കാരെല്ലാവരും നമ്മുടെ കൊളുക്കുമല എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.